വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണവുമായി കോൺഗ്രസ് നേതാവ് ബേട്ടി ബൽറാം. വാരണാസിയിൽ ദേലിപൂർ വാർഡിൽ താമസിക്കുന്ന രാം കമൽദാസ് എന്നയാൾക്ക് 50 മക്കളുണ്ടെന്ന വ്യാജ പ്രചാരണമാണ് ബൽറാമും ഏറ്റുപിടിച്ചത്. എന്നാൽ രാം കമൽദാസ് ഹിന്ദു സന്യാസിയാണെന്നും അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെ ആളുകളാണ് മക്കൾ എന്ന പേരിൽ രേഖപ്പെടുത്തിയതെന്നും നേരത്തെ പുറത്തു വന്നിരുന്നു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാജ്യത്താകമാനം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് എന്ന കോൺഗ്രസിന്റെ അണികൾ മുതൽ നേതാക്കൾ വരെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് പാലക്കാട് തൃത്താലയിലെ മുൻ MLA കൂടിയായ കോൺഗ്രസ് നേതാവ് വിട്ടി ബലറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ്. വിട്ടി ബലറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: നരേന്ദ്രമോദിയുടെ വാരണാസിയിൽ ബേലുപൂർ വാർഡിൽ B24/19 എന്ന വീട്ടിൽ താമസിക്കുന്ന രാം കമൽദാസ് എന്ന ഒരാൾക്ക് 50 മക്കളുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക. എല്ലാവർക്കും വോട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കമ്മീഷൻ. അതിനെന്താ, മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും കൂടി 101 മക്കൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ഹോമോ സംഗീസ് എന്ന സ്പീഷീസിൽപ്പെട്ടവർ വക മറു ചോദ്യം എന്ന തരത്തിലാണ് ഈ വിട്ടി ബലറാം എന്ന കോൺഗ്രസ് നേതാവ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ അവരുടെ ബുദ്ധിജീവി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ഇത് തീർത്തും തെറ്റായ ഒരു പ്രചാരണമാണ് എന്നുള്ളതാണ്. കാരണം ഈ B24/19 എന്ന വീട്ടിൽ താമസിക്കുന്ന രാം കമൽദാസ് എന്നത് അതൊരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു സന്യാസിയാണ് എന്നുള്ളതാണ്. അതായത് ഒരു കുടുംബസ്ഥനായ വ്യക്തിയല്ല, മറിച്ച് അദ്ദേഹം ഒരു സന്യാസിയാണ് എന്നുള്ളതാണ്. ഈ രാം കമൽദാസ് എന്ന സന്യാസി, അദ്ദേഹത്തിൻ്റെ ആശ്രമം രാം ജാനകി ആശ്രമമാണ് ഈ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ആശ്രമത്തിലെ അന്തേവാസികളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളാണ് ഈ അഡ്രസ്സിൽ അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഗൂഗിളിൽ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ആശ്രമത്തിലെ ഗുരുവും ഗുരുവിൻ്റെ ശിഷ്യന്മാരും, ആ ശിഷ്യന്മാർ അവരുടെ പൂർവാശ്രമം വെളിപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത സാഹചര്യത്തിലാണ് അവരുടെ ഗാർഡിയൻ എന്ന നിലയ്ക്ക് രാം കമൽദാസ് എന്ന ഈ സന്യാസിയുടെ പേര് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, രാം കമൽദാസ് എന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മില്യൺ കണക്കിന് വ്യൂസുള്ള ഭക്തി പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഭജനകളും ഒക്കെ കാണാൻ സാധിക്കുന്നു. അത്രത്തോളം വാരണാസിയിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് ഈ രാം കമൽദാസ്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ അന്തേവാസികളുടെയും മറ്റും വോട്ടർ പട്ടികയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഒരു വ്യക്തിക്ക് 50 മക്കൾ എന്ന തരത്തിലൊക്കെ ഈ വ്യാജമായ ഫേസ്ബുക്ക് പോസ്റ്റുമായി കോൺഗ്രസ് നേതാവ് വിട്ടി ബൽറാം രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാദ്യമായിട്ടല്ല, നേരത്തെ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗും മറ്റുമൊക്കെ സമാനമായ ഫേസ്ബുക്ക് പോസ്റ്റുമായും മറ്റുമൊക്കെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ അന്ന് തന്നെ ഇത് തെറ്റായ പ്രചാരണമാണ് എന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ എന്നിട്ടും ആ വിഷയം വീണ്ടും കൃത്യമായിട്ടൊരു ഫേക്ക് നെറേറ്റീവായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കൂടി ഇവർ അവതരിപ്പിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്.